ദേശീയപാത 183-ൽ പീരുമേട് മുസ്ലിം പള്ളിക്ക് സമീപം റോഡിലെ വളവ് വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി മാറുകയാണ്. നിരവധി അപകടങ്ങളാണ് ഇതിനോടകം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദേശ വിനോദസഞ്ചാരി ഇവിടെ അപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റിരുന്നു. വലിയ 2 വളവുകളാണ് ഈ ഭാഗത്തുള്ളത്. ഈ വളവുകൾക്ക് താരതമ്യേന വീതി കുറവുണ്ട്. കൂടാതെ ഇരുവശവും വലിയ രീതിയിൽ കാടുപടലങ്ങൾ റോഡിലേക്ക് വളർന്നു നിൽക്കുകയാണ്. വാഹനങ്ങൾ വളവ് വീശി വരുന്ന സമയത്താണ് അപകടങ്ങൾ കൂടുതലായും ഉണ്ടാകുന്നത്. ഇതിനോടകം ഈ ഭാഗത്ത് നിരവധി അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദേശ വിനോദസഞ്ചാരി ഇരുചക്രവാഹനവുമായി ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒരു കാറും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ വളവിനോട് ചേർന്ന ഭാഗത്ത് റോഡിൽ ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴിയിൽ വീണാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. NH 183 വാരിക്കാടൻ വളവിൽ മുസ്ലിം പള്ളിക്ക് സമീപമായി അഗാധമായ ഒരു കുഴി കാണുന്നു. ആ കുഴിയിൽ നിരന്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ഒരു കാറ് വീണ് അതിന് ഒരു ഫാമിലി വന്നതാണ്. അവർ ഗുരുതരമായി പരിക്കേൽക്കുകയും അത് കാരണം അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മെയിൻ കാരണം ഈ പറയുന്ന 2 സൈഡിലും കാടുകളും മരങ്ങളും ഒക്കെ നിന്നിട്ട് കാഴ്ച മറയ്ക്കുന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ കോടമഞ്ഞ് വരുന്ന ഒരവസ്ഥയുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ കോടമഞ്ഞുമാണ്. അപ്പോഴത്തേക്ക് ഈ കാഴ്ച മറയ്ക്കുന്ന മരങ്ങളും ചെടികളും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ഒട്ടും കാഴ്ചയില്ലാത്തൊരവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് തുടർക്കഥയായി അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ആണെങ്കിൽ ഒരു വിദേശി, ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു വിദേശി ബൈക്കിൽ യാത്ര ചെയ്യുകയും ഈ വളവിൽ തന്നെ ഗുരുതരമായി പരിക്ക് പറ്റുന്ന വിധത്തിലുള്ള അപകടം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി NH അതോറിറ്റി ഇടപെടണം. അതിന് അടിയന്തരമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം. അവിടെ ആ കുഴിയിൽ ഇനിയും വണ്ടികൾ വീഴാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടിയന്തരമായി ചെയ്യണം. മുസ്ലിം പള്ളിയോടും അതോടൊപ്പം തന്നെ വാരിക്കാടൻ വളവിൻ്റെ അടുത്തും തന്നെ ഇത്രയും വലിയ ഗുരുതരമായ ഒരു കുഴി കിടക്കുന്നത് കൃത്യമായി അതിനുള്ള പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. കൊടും വളവാണ്. അത് S രൂപത്തിലുള്ള വളവാണ്. ആ വളവ് തിരിഞ്ഞ് മറിഞ്ഞ് പിന്നെ ഒരു വളവിലേക്കാണ് പോകുന്നത്. വളരെ കൊടും വളവായിട്ടുള്ള S രൂപത്തിലുള്ള വളവുള്ളതാണ്. അതിന് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി കടന്നു വരുന്നത്. വിനോദസഞ്ചാരികളും അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളടക്കം ഇപ്പോൾ കൂടുതലായി കടന്നു വരുന്നുണ്ട്. ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ റോഡിന്റെ വളവിൽ അപകട സൂചനാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ഈ റോഡിലെ വളവുകളിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റി വാഹനയാത്രക്കാർക്ക് സുഗമമായ യാത്രയ്ക്ക് അവസരമൊരുക്കണമെന്ന ആവശ്യവുമാണ് ഉയരുന്നത്.